NDA കുറ്റ്യാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP കുഞ്ഞമ്മദ്കുട്ടി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആയഞ്ചേരിയിലെ ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, ഓരോ MLA-മാരും അവരുടെ മണ്ഡലത്തിൽ വലിയ വികസന രേഖകൾ പുറത്തിറക്കിയിരുന്നു. അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികകൾ, ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇതാണിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു, ഈ അസംബ്ലി മണ്ഡലത്തിൽ വികസന മുരടിപ്പാട് എല്ലാ രംഗത്തും. MLA കാര്യമായി യാതൊന്നും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ് പ്രധാനപ്പെട്ട പണി, അതായത് തറക്കല്ലിടൽ, വേറെ ഒന്നുമില്ല. പണി പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ 5 കൊല്ലത്തിൽ ഒന്നുമില്ല. അതാണ് തറക്കല്ലിപ്പോൾ അവസാന നിമിഷം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് MLA-ക്ക് പറയാൻ സാധിക്കുമോ? കുറ്റ്യാടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭാവനയാണ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ നേടാൻ വേണ്ടി സാധിച്ചത്? കുറ്റ്യാടിയിലെ പ്രധാനപ്പെട്ട കൃഷി നാളികേര കൃഷിയാണ്, തെങ്ങ് കൃഷിയാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിത്ത് തേങ്ങ സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റ്യാടി. കുറ്റ്യാടിയിലെ തേങ്ങയാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും തയ്യായിട്ട് വരുന്നത്. പക്ഷെ ആ കർഷകർക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ട MLA താല്പര്യം എടുത്തിട്ടുണ്ടോ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നാളികേര പാർക്ക്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ ഈ MLA-ക്ക് സാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥിതിയിലാണ്. MLA-യോട് ഞങ്ങൾ ചോദിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുള്ള നാളികേര പാർക്കിൻ്റെ സ്ഥിതി എന്താണ്? അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുറ്റ്യാടിയിലെ നാളികേര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിചിന്തനം ആവശ്യമല്ലേ?